ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റി നല്ലതല്ല എങ്കിൽ നമുക്കൊരു ഫോട്ടോയോ വീഡിയോ എടുക്കാൻ ആർക്കും താല്പര്യമുണ്ടാവാറില്ല. എങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു ആപ്പാണ് ഗൂഗിൾ ക്യാമറ. അതായത് ഗൂഗിൾ തന്നെ പുറത്തിറക്കിയിട്ടുള്ള ഗൂഗിൾ ക്യാമറ ആപ്പ്. പക്ഷേ ആ ആപ്പ് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പല ആളുകൾക്കും അറിയില്ല. എങ്കിൽ എല്ലാ ഫോണിലും, ഐഫോൺ ഒഴികെ എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ഈ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം? ഏറ്റവും മികച്ച ഒരു ക്യാമറ ആപ്പാണ് ഗൂഗിൾ ക്യാമറ എന്ന് പറയുന്നത്. പക്ഷേ അത് നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തൊന്നും നമുക്ക് ലഭിക്കാറില്ല, പ്രത്യേകിച്ച് പ്ലേ സ്റ്റോറിൽ നിന്നും ഇത് ലഭിക്കാറില്ല. പക്ഷേ എങ്ങനെ നമുക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം? മികച്ച ക്യാമറ ആപ്പാണ്. യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്ന ആളുകൾക്കും ഏറെ ഗുണം ചെയ്യുന്ന ഒരു ആപ്പ് കൂടിയാണ്. അതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനുവേണ്ടി വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഗൂഗിൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആപ്പാണ്. ഗൂഗിൾ ക്യാമറയുടെ വീഡിയോ ഞാൻ ഇതിന് മുമ്പും ചെയ്തതാണ്. എങ്ങനെ ഇതിൻ്റെ ഒരു ക്യാമറ എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ആപ്പിൽ നിന്ന് നമ്മുടെ മൊബൈൽ ഫോൺ ഏതാണോ അതാദ്യം നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് സെർച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഒരു ഓപ്പോയുടെ ഫോണാണ്, അല്ലെങ്കിൽ നമ്മുടെ MIയുടെ ഫോണാണ്, സാംസങ്ങിൻ്റെ ഫോണാണ്, ഏതാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ, ആ ഫോണിൻ്റെ നമ്പർ ആയിരിക്കും ഇവിടെ കാണിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾക്ക് സെർച്ച് ബാറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ നമ്പർ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ സാധിക്കും. അതല്ല എങ്കിൽ നമ്മുടെ നമ്പർ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. അത് എങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കാരണം പല ആളുകൾക്കും ഞാൻ ഇപ്പോൾ ഓപ്പോ റെനോ 6 Pro എന്ന് എൻ്റെ ഫോൺ എഴുതിയപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ വന്നില്ല. അതിനുള്ള കാരണം അതല്ല അവിടെ അടിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിലുണ്ടാകും ഒരു നമ്പർ. സെറ്റിങ്സിൽ പോയാലൊരു നമ്പർ ഉണ്ടാവും, ആ നമ്പർ അടിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ വന്നില്ല. അപ്പോൾ പഴയ രീതിയിലാണ് വന്നത്. അപ്പോഴാണ് എനിക്ക് ഇത് തലയിൽ കത്തിയത്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നേരെ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും ബാക്ക് വരിക. ആണോ, ഇപ്പോൾ ഓരോ ഫോണിൻ്റെ ഓപ്പോ CH അങ്ങനെ ഓരോ നമ്പറുകളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ആദ്യമായി ഓപ്പൺ ചെയ്യുക. അതിൽ നിന്നും താഴേക്ക് പോവുക. താഴേക്ക് പോകുമ്പോൾ എബൌട്ട് എന്ന് കാണാൻ സാധിക്കും. എബൌട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നമ്പർ നിങ്ങൾക്ക് ഇവിടെ മോഡൽ എന്ന് എഴുതിയിട്ട് താഴെ കാണാൻ സാധിക്കും. CH 2249. ഈ കാണുന്ന നമ്പർ നിങ്ങൾ മനസ്സിൽ ഓർമ്മ വെക്കുക. എന്നതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓപ്പോ ആണെങ്കിൽ ഓപ്പോ, അല്ലെങ്കിൽ സാംസങ് ആണ് സാംസങ്, അത് നിങ്ങൾ അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്യില്ല, ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെത് 2249 ആയിരുന്നു, അവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൻ്റെ മേലെ ഒന്ന് ടാപ്പ് ചെയ്യുക. അതിന് മേലെ ടാപ്പ് ചെയ്യുമ്പോൾ താഴെ സ്റ്റാർട്ട് ഡൗൺലോഡ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. പരസ്യം ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കാണാൻ സാധിക്കും. അത് നിങ്ങൾ 100% ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. കുറച്ച് സമയം എടുക്കും, കാരണം നല്ല MB ഉണ്ട്. കാരണം ഗൂഗിൾ ക്യാമറയാണ് നമ്മുടെ മൊബൈലിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഏകദേശം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ഡൗൺലോഡ് കൊടുക്കരുത്, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആവും. എല്ലാ ഫോണിലും വർക്ക് ചെയ്യും. അപ്പോൾ ഓക്കെ, ഇൻസ്റ്റാൾ വന്നു. അവിടെ നിങ്ങൾ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സിൽ ചെറിയൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ ഇതുപോലെ എന്നാൽ സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഈ അൺനോൺ സോഴ്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക, ബാക്ക് അടിക്കുക. വീണ്ടും ഇൻസ്റ്റാൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് നമ്മുടെ ഗൂഗിൾ ക്യാമറ ആപ്പ് നമ്മുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗൂഗിൾ ക്യാമറയെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ഇതിന് മുമ്പ് ചെയ്തതാണ്. പെർമിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ അലോ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ക്യാമറ ഏറ്റവും മികച്ച ഒരു ക്യാമറ ആപ്പാണ്. പ്രത്യേകിച്ച് സ്റ്റെബിലൈസേഷൻ ഉള്ള ഒരു ഫോൺ കൂടിയാണ്. കാരണം നമ്മളൊരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുലുക്കമുണ്ടാവും. ആ കുലുക്കമൊക്കെ സ്റ്റെബിലൈസ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫിൽറ്ററുകൾ, അങ്ങനെ ഒട്ടനവധി ഫീച്ചറുകളുള്ള ഒരു അടിപൊളി ക്യാമറ ആപ്പാണ്. നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും ഒക്കെ മികച്ച രീതിയിൽ ക്വാളിറ്റി നമുക്ക് നൽകുന്ന ഒരു ആപ്പ് കൂടിയാണ്. എന്തായാലും നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഏതാണോ ആ മൊബൈൽ ഫോൺ, ഇപ്പോൾ പഴയ ഫോണുകൾ ഉണ്ടാവും, ആ ഫോണിൻ്റെ പേര്, ആ നമ്പർ ഞാൻ നേരത്തെ കാണിച്ചത് പോലെ തന്നെ ആ നമ്പർ നിങ്ങൾ എടുക്കുക. അത് നിങ്ങൾ ഈ കാണുന്ന ഭാഗത്ത് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ആ നമ്പർ അവിടെ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഓക്കെ ഫ്രണ്ട്സ്.